മകൻ ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നാലെ CPM നേതൃത്വം തന്നോട് പക വീട്ടുന്നുവെന്ന് കായംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി. തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് പ്രസന്നകുമാരി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം CPM വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുവിന്റെ മാതാവാണ് പ്രസന്നകുമാരി. എന്റെ മകൻ ബിബിന്റെ ഭാര്യയായിരുന്നു അവരുടെ വിവാഹം മിശ്ര വിവാഹമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വിവാഹം ഒരു ചടങ്ങ് നടത്തി പാർട്ടിയായിട്ടൊരു ചടങ്ങ് നടത്തി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം അവർ ഇത്രയും കാലവും വാടക വീട്ടിലാണ് താമസിച്ചത്. ഒരിക്കലും അവരെൻ്റെ കൂടെ ഒരു രാത്രി പോലും അവർ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവരെ എങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുന്നത്? ഇപ്പൊ ബിബിൻ BJP പോയതിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പകപോക്കലാണ് എന്നോടെന്ന് എനിക്ക് മനസ്സിലാവും. ആർക്കും മനസ്സിലാവുമല്ലോ. ഇപ്പൊ കായംകുളത്തെ പാർട്ടി ഇത്ര അങ്ങ് തരം താന്നോ എന്ന് ആണ് ഇപ്പൊ എനിക്കും തോന്നിപ്പോകുന്നത്. പ്രവർത്തനം നിർത്തിയത് തന്നെ ഇതിനകത്തെ അവഗണനയും ആക്ഷേപവും ചില സഖാക്കളുടെ ആക്ഷേപവും സഹിച്ചു വയ്യാതാണ് ഞാൻ പ്രവർത്തനം നിർത്തിയത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഏത് രീതിയിലൊക്കെ ദ്രോഹിക്കുന്നു എന്നാണ് അവരുടെ ആക്ഷേപം? SKN ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ KL പ്രസന്നകുമാരിയെ ബന്ധപ്പെട്ടത്. അവരുടെ അനുവാദത്തോടു കൂടി എടുത്ത കോൾ റെക്കോർഡാണ് നമ്മളിപ്പോൾ പുറത്തു കേട്ടത്. കായംകുളത്തെ പാർട്ടി കുറേ നാളുകളായി ആ പാർട്ടിയിൽ നിന്ന് താൻ അനുഭവിക്കുകയാണ്. 3 വർഷക്കാലമായി ഒരുപാട് രീതിയിൽ ചില സഖാക്കൾ, അതായത് ചില പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് അവർ പറയുന്നത്. കായംകുളത്തെ പാർട്ടി നേതൃത്വം ഈ രീതിയിൽ തന്നെ അവഗണിക്കുന്നു, ആക്ഷേപം ഉയർത്തുന്നു, അപമാനിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണമാണ്. അതായത് മകൻ ബിപിൻ സി ബാബു കഴിഞ്ഞ ദിവസമായിരുന്നു BJPയിൽ പോയത്. ബിപിൻ സി ബാബുവിന്റെ ഭാര്യ മിനീസ നൽകിയ പരാതി. മിനീസയും ബിപിൻ സി ബാബുവും മിശ്ര വിവാഹമായിരുന്നു. പാർട്ടി അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താണ്. ഇപ്പോൾ ബിപിൻ സി ബാബുവിന്റെ ഭാര്യ മിനീസയെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഗൂഢാലോചന നടത്തി. അതായത് മിനീസ ഭർത്താവ് ബിപിൻ സി ബാബുവിനും പ്രസന്നകുമാരിക്കുമെതിരെ കരിയിലക്കുളങ്ങര പോലീസിൽ ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്തതിൽ 2 വർഷം മുൻപ് പാർട്ടിക്ക് കൊടുത്ത പരാതിയായിരുന്നു അത്. ആ 2 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകി. ആ പരാതിയിൽ നിലവിൽ ഈ 2 പേർക്കെതിരെ ബിപിൻ സി ബാബുവിനും ബിപിൻ സി ബാബുവിന്റെ മാതാവ് പ്രസന്നകുമാരിയെ 2ാം പ്രതിയാക്കി കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്തു എന്ന ആരോപണമാണ്. ഇത് കള്ളക്കേസാണ്. ഒരു രാത്രി പോലും താൻ ഈ മരുമകളുടെ കൂടെ കഴിഞ്ഞിട്ടില്ല. ഇത് പാർട്ടി നേതൃത്വം അറിയാതെ ഇങ്ങനെ ചെയ്യില്ല. മകൻ BJPയിൽ പോയതിന്റെ പകപോക്കലാണ്, രാഷ്ട്രീയ വൈരാഗ്യമാണെന്നാണ് KL പ്രസന്നകുമാരി പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, SKN പ്രസന്നകുമാരി കായംകുളത്തെ CPMന്റെ മുഖമാണ്. അവർ ചെറിയൊരു നേതാവല്ല, ഏരിയ കമ്മിറ്റി അംഗം മാത്രമല്ല, അവർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. കായംകുളത്തെ പാർട്ടി ശക്തി കേന്ദ്രമായിട്ടുള്ള, പാർട്ടി കോട്ടയായിട്ടുള്ള പത്തിയൂരിൽ അവർ 15 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിലവിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭയിൽ പാർട്ടി 3ാം സ്ഥാനത്ത് പോയി. അവിടെ BJPക്കായിരുന്നു ഏറ്റവും വോട്ടുകൾ. അങ്ങനെ ഈ KL പ്രസന്നകുമാരിയുടെ വിമർശനത്തിന് പല മാനങ്ങളുണ്ട്. മറ്റന്നാളാണ് CPIM കായംകുളം ഏരിയ സമ്മേളനം. അങ്ങനെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, പാർട്ടിയിൽ കള്ളക്കേസിൽ കൊടുക്കുന്നു. ഈ ബിപിൻ സി ബാബുവും പാർട്ടി നേതൃത്വവുമായിട്ടുണ്ടായിരുന്ന 3 വർഷക്കാലമായിട്ടുണ്ടായിരുന്ന വലിയ വൈര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന വിഭാഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ബിപിൻ സി ബാബുവിന്റെ ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഈ രീതിയിൽ ചില നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് ഇവരുടെ ആരോപണം. ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ള കാര്യത്തിൽ പ്രതികരിക്കാനോ പാർട്ടി നേതൃത്വം കായംകുളത്ത് നിന്നോ ജില്ലാ നേതൃത്വമോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ബിപിൻ സി ബാബു നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. ബിപിൻ സി ബാബുവിനെയും CPM ഏരിയ കമ്മിറ്റി അംഗം എന്ന സ്ഥാനത്ത് നിന്നും 2 വർഷം മുമ്പ് പുറത്താക്കിയത് അല്ലെങ്കിൽ നീക്കിയത് ഭാര്യയുടെ ഈ പരാതി പാർട്ടിക്ക് ലഭിച്ചതിനെ തുടർന്നായിരുന്നു. അങ്ങനെ കായംകുളത്തെ പാർട്ടിയിൽ അടിമുടി സമ്മേളനത്തിന് മുമ്പ് വലിയ വിഭാഗീയ പ്രശ്നം ഉണ്ടാകുന്നു. ഇനി മറ്റന്നാൾ നടക്കുന്ന പാർട്ടി കായംകുളം ഏരിയ സമ്മേളനത്തിൽ നിന്നും സാധാരണ സമ്മേളന കാലത്ത് നടപടികളൊന്നും ഉണ്ടാകാത്തതാണ്. നടപടി എടുക്കുന്നത് കീഴ്വഴക്കം പാർട്ടിക്കില്ല. പക്ഷേ പ്രസന്നകുമാരിയെ ഈ വരുന്ന സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. KH ബാബുജൻ, നേരത്തെ നമ്മൾ നിഖിൽ തോമസിന്റെ SFI നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദമൊക്കെ വാർത്ത കൊടുത്തതാണ്. അന്ന് നിഖിൽ തോമസിനെ സഹായിച്ച കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാനാണ് തന്നെ നശിപ്പിക്കുന്നത്. അതായത് ബിപിൻ സി ബാബുവിനെയും നിലവിൽ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ മാതാവ് പ്രസന്നകുമാരിക്കെതിരെയും ഇത്തരം ചരട് വലിക്കുന്നത്, നീക്കങ്ങൾ നടത്തുന്നത് KH ബാബുജാനാണ്. അങ്ങനെ ബാബുജാൻ നടത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം പോരാട്ട നാടകങ്ങളാണ് തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങളായി മാറാൻ കാരണമായതെന്നാണ് പ്രസന്നകുമാരി നിലവിൽ പറയുന്നത്. മനീഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് സുബൈർ പറയുന്നത്, ഞാനിപ്പോൾ സിംഗപ്പൂരിലാണ്. ഇനി സിംഗപ്പൂരിലേക്ക് പ്രൈവറ്റ് സ്റ്റുഡൻസ് ഒന്നും വരുന്നുണ്ടെങ്കിൽ അവർ വരണ്ടെന്ന് പറയണം. എന്താണ് മുഹമ്മദ് സുബൈർ? നമുക്ക് കാരണം പറയണം, അല്ലാതെ രാജ്യത്തേക്ക് പോകരുത് എന്ന് നമ്മുടെ ആളോട് പറയാൻ പാടില്ല, അത് ശരിയുമല്ല. ലിത ജോണി പറയുന്നത്, കോളേജ് പഠിക്കുന്ന സമയം ജയലളിതാമ്മ തുടങ്ങിയ ആ 1 രൂപയുടെ ഇഡ്ഡലി ഉണ്ടല്ലോ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോകാമായിരുന്നു. പലരും അത് പറയും.